ശുഭദിനം 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 ശുഭദിനം. തച്ചക്ഷുർദേവഹിതം പുരസ്താത് ശുക്രമുച്ചരത്. തച്ചക്ഷുർദേവഹിതം പുരസ്താത് ശുക്രമുച്ചരത്. പശ്യേമ ശരദശതം ജീവേമ ശരദശതം. ശൃണുയാമ ശരദശതം പ്രബ്രവാമ ശരദശതം. അദീനാസ്യാമ ശരദശതം ഭൂയശ്ച ശരദശതാത്. ഭൂയശ്ച ശരദശതാത്. ഭൂയശ്ച ശരദശതാത്. ആത്മീയ ആചാര്യനായ അങ്ങ് ആയുർവേദത്തിൻ്റെ പ്രചാരകനായത്, അതായത് ആയുർവേദം പ്രചരിപ്പിക്കാനും അതിൻ്റെ തത്വങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അങ്ങയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഭാരതീയ ചിന്ത 4 വേദങ്ങളിൽ പടർന്നു കിടക്കുന്ന ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ വേദങ്ങൾ 2 ഭാഗങ്ങളായാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ഭാഗം സംഹിത എന്നും രണ്ടാമത്തെ ഭാഗം ഉപനിഷത്ത് എന്നും അറിയപ്പെടും, വേദാന്തം എന്നും അറിയപ്പെടും. ഇതിൻ്റെ പൂർണ്ണമായ പഠനത്തിന് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നത് സംഹിത കഴിഞ്ഞാൽ പൂർണ്ണമായി പഠിക്കുന്നത് നമ്മെക്കുറിച്ച് തന്നെയാണ്. കാരണം ഈ ലോകം 2ആയി പിരിഞ്ഞു നിൽക്കുന്നു. ഒന്ന് ദൃക്ക്, 2 ദൃശ്യം. ദൃക്ക് എന്ന് പറഞ്ഞാൽ ആര് എന്തിനെ അറിയുന്നുവോ അയാൾ ദൃക്ക്, എന്തിനെക്കുറിച്ചാണോ അറിയുന്നത് അത് ദൃശ്യം. ദൃക്കിനെ സംബന്ധിച്ചിടത്തോളം അത് അനാദി, അനന്തം, അനശ്വരം എന്നും, ദൃശ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ആദിമധ്യാന്തങ്ങളുള്ളതും നശ്വരവുമാണെന്ന് അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ പെറിഷബിൾ, ഇംപെറിഷബിൾ, ദി ഇൻഫിനിറ്റ്, ദ ഫൈനൈറ്റ്, ഇങ്ങനെ ഇതിനെ വേർതിരിക്കാം. അങ്ങനെ ദൃക്ക് ദൃശ്യങ്ങളെക്കുറിച്ചുള്ള 2ആയ പഠനമാണ് വേദങ്ങൾ പൂർണ്ണമായും നടത്തുന്നത്. അപ്പോൾ അത് പഠിച്ചു പോകുമ്പോൾ ആ വേദങ്ങളുടെ ഉപ അംഗങ്ങളാണ്. ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം, യജുർവേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം, സാമവേദത്തിൻ്റെ ഉപവേദമാണ് ഗന്ധർവവേദം, അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് സ്തപത്യവേദം. ഇതിൽ ഋഗ്വേദത്തിൻ്റെ ഉപവേദമായ ആയുർവേദം നമ്മുടെ ഈ പഠനത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ടാണ് പഠിക്കേണ്ടി വന്നത്. അത് പഠിച്ചപ്പോൾ അതിൻ്റെ പൂർണ്ണമായ അറിവിൽ നിന്ന് മാത്രമേ നമുക്ക് നമ്മെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ ധാരണ ലഭിക്കുകയുള്ളൂ എന്ന് ബോധ്യമായി. അങ്ങനെ ബോധ്യമായപ്പോൾ അതിൽ കൂടുതൽ പഠിക്കുവാനും പഠിക്കും തോറും അതിൽ കൂടുതൽ ആകൃഷ്ടത തോന്നുവാനും ഇടയായി. അപ്പോൾ ആയുഷ്യാഞ്ച അനായുഷ്യാഞ്ച വേദയതി ഇത് ആയുർവേദ എന്നാണ് ആയുർവേദത്തിൻ്റെ നിർവചനം തന്നെ. അപ്പോൾ ആയുർവേദം ആയുസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, അനായുസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. ആയുസ് എന്ന് പറഞ്ഞാൽ ഏത് ജീവിയുടെയും പൂർണ്ണ വളർച്ചയെത്താനുള്ള കാലദൈർഘ്യത്തെ അവൻ്റെ എത്ര 6 മടങ്ങിൽ എത്ര വരുമോ അത് ആയുസ്സായി എണ്ണുന്നു. പൂർണ്ണ വളർച്ചയെത്താനുള്ള കാലം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 20 കൊല്ലമാണ്. മറ്റു ജീവികൾക്ക് വ്യത്യാസമുണ്ട്. ഈ ജീവികളെക്കുറിച്ചെല്ലാം തന്നെയും സസ്യങ്ങളെക്കുറിച്ചും ആയുർവേദത്തിൽ പഠനങ്ങളുണ്ട്. വൃക്ഷം അത് എങ്ങനെ വളരുന്നു, അതിനെത്ര ആയുസ്സുണ്ട്, അതിനെന്തെല്ലാം ഔഷധങ്ങൾ കൊടുക്കാം. അങ്ങനെ വൃക്ഷത്തെ സംബന്ധിക്കുന്ന ആയുർവേദമുണ്ട്, സസ്യങ്ങളെ സംബന്ധിക്കുന്ന ആയുർവേദമുണ്ട്, മൃഗങ്ങളിൽ ഓരോന്നിനെയും സംബന്ധിക്കുന്ന ആയുർവേദ സംജ്ഞകളുണ്ട്. അങ്ങനെ എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തവും സുദൃഢവുമായ ഒരു പഠനം അവർക്കുണ്ട്. അതിൽ മനുഷ്യനെക്കുറിച്ചുള്ള പഠനം വരുമ്പോൾ മനുഷ്യൻ്റെ കാലദൈർഘ്യമാണ് നമ്മൾ പറഞ്ഞത്. 20 കൊല്ലമാണ് അവൻ്റെ
പൂർണ്ണ വളർച്ചയെത്താനുള്ള കാലം. പൂർണ്ണ വളർച്ച എത്തുക എന്ന് പറഞ്ഞാൽ തൻ്റെ എല്ലാ കഴിവുകളും പൂർണ്ണമായുള്ള തന്നെപ്പോലെയുള്ള ഒരു അടുത്ത സന്തതിയെ, ഒരു പ്രജാതന്തുവിനെ സംഭാവന ചെയ്യാനുള്ള കഴിവ് ജീവിക്ക് എപ്പോഴുണ്ടാകുന്നു അത് പൂർണ്ണ വളർച്ചയെന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് അതിന് മുമ്പേ കുട്ടി ഉണ്ടാവാമെങ്കിലും അത് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി വരുന്നതിനെ സംബന്ധിച്ചുള്ള കണക്ക് 20 വർഷമെന്നാണ് ആയുർവേദം ഗണിച്ചു പോരുന്നത്. ആ 20 വർഷത്തിൻ്റെ 6 ഇരട്ടിയാണ് മനുഷ്യൻ്റെ ആയുസ് അതുകൊണ്ട് കണക്കാക്കുന്നത്. അതായത് ഒരു മനുഷ്യന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി 120 കൊല്ലം ജീവിക്കുവാൻ അധികാരമുണ്ട് എന്ന് ആയുർവേദം പറയുന്നു. അപ്പോൾ ആ 120 കൊല്ലക്കാലം യാതൊരു രോഗവും വരാതെയും എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുവാനുള്ള കാലദൈർഘ്യത്തെയാണ് അവർ കണക്കാക്കുന്നത്. അങ്ങനെ ജീവിക്കണമെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കഴിവുകളെയും നമ്മളുടെ ഋതുചര്യകളെയും ഓരോ ഋതുവിനും എങ്ങനെ ജീവിക്കാം. കാരണം ഗ്രീഷ്മകാലത്ത് എങ്ങനെയാണ്, വസന്തകാലത്ത് എങ്ങനെയാണ്, അങ്ങനെ ഓരോ ഋതുവിലും ജീവിക്കേണ്ട ജീവിതചര്യ, അതുപോലെ കാലത്തെ കഴിക്കേണ്ട ആഹാര രീതികൾ, ഉച്ചയ്ക്ക് കഴിക്കാവുന്ന ആഹാര രീതികൾ, വൈകുന്നേരം കഴിക്കാവുന്ന ആഹാര രീതികൾ, അങ്ങനെ 3 നേരവും കഴിക്കണോ, അതല്ലാതെ എപ്പോഴൊക്കെ കഴിക്കാം, എന്തൊക്കെ ആഹാരം കഴിക്കാം, ഇവയെക്കുറിച്ചെല്ലാം ഉള്ളതിനെ സ്വസ്ഥവൃത്തം അല്ലെങ്കിൽ സ്വസ്ഥ ജീവിതത്തിനുതകുന്നത് എന്ന അർത്ഥത്തിൽ ഒരു വലിയ പഠനം തന്നെയുണ്ട്. ആദ്യത്തെ ഭാഗം ഇത് ആയുസ്സിനോട് ബന്ധപ്പെട്ട പഠനമാണ്. അപ്പോൾ ആ ആയുസ്സിനെ ക്രമമായി കൊണ്ടുപോയി നമ്മുടെ എല്ലാ കഴിവുകളും വികസിപ്പിച്ച്, അതിന് യൗവനം തന്നെ ആയുർവേദത്തിൻ്റെ കണക്കിൽ 70 വയസ്സ് വരെയാണ്. 70 കഴിഞ്ഞിട്ടേ വാർദ്ധക്യം തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ടാണ് മഹാഭാരത കാലഘട്ടത്തിലും മറ്റും മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത അർജുനന് ഏതാണ്ട് 70 വയസ്സുണ്ട്. 70 വയസ്സുണ്ട് അർജുനന്. അതുപോലെ തന്നെ ഭീമനും യുധിഷ്ഠിരനുമൊക്കെ 80ഉം 90ഉം ഒക്കെ വയസ്സുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് അവർ അത്രയും പ്രായത്തോടെയാണ് യുദ്ധക്കളത്തിൽ നിന്നതെന്നാണ് പറയുക. ഭീഷ്മൻ്റെയൊക്കെ കഥ പറയുമ്പോൾ വളരെ കൂടുതൽ വയസ്സുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആയുർവേദത്തിൻ്റെ പഠനങ്ങളും നിർണായകങ്ങളായ അന്വേഷണങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു എന്ന് പ്രാചീന ഗ്രന്ഥങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. മനുഷ്യൻ പിന്നീട് ആയുർദൈർഘ്യം കുറഞ്ഞു വരികയും അവൻ്റെ ജീവിത രീതി മാറുകയും അവൻ പ്രകൃതിയുമായി ഇടപെടുന്ന രീതികളും പ്രകൃതിയോട് മല്ലടിക്കാൻ തുടങ്ങുകയും പ്രകൃതിയെ കീഴ്പ്പെടുത്താനുള്ള അന്വേഷണം കൂടുതൽ സുദൃഢമാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പ്രകൃതി ഒരു വഴിക്കും മനുഷ്യൻ വേറൊരു വഴിക്കുമായി നീങ്ങിയതാണ് ഇന്ന് ആയുർദൈർഘ്യത്തിൻ്റെ കുറവിനും മറ്റു കാരണങ്ങൾക്കും കാരണമെന്ന് പറയാം. എന്നാൽ അതേ സമയത്ത് തന്നെ മനുഷ്യന് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി 120 കൊല്ലം പോകാൻ എന്തെല്ലാം ചെയ്യണം, അത് ഒന്നാമത്തെ ഭാഗമായ ആയുസ്സിനെ കേന്ദ്രീകരിച്ചു. രണ്ടാമത് അനായുഷ്യാൻച, ആയുസ് ഇല്ലാതാവുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, അതിന് രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകും, ഏതെല്ലാം രോഗങ്ങളാണ് വരുന്നത്, രോഗങ്ങൾ എവിടെ നിന്നെല്ലാമാണ് വരുന്നത്, അതിൽ ഇന്ദ്രിയങ്ങളുടെ പങ്ക് എത്രയാണ്, മനസ്സിൻ്റെ പങ്ക് എത്രയാണ്, ബുദ്ധിയുടെ പങ്ക് എത്രയാണ്, അതുപോലെ തന്നെ ചുറ്റും കാണുന്ന വസ്തുക്കളുടെ, അതായത് ദൃശ്യ വസ്തുക്കളുടെ പങ്ക് എത്രത്തോളമുണ്ട്. അതിന് വിഷയം എന്ന് പറയും. വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ ബന്ധിപ്പിക്കുന്നത്, നമ്മളെ എന്തിനോട് ബന്ധിപ്പിക്കുന്നു. നമ്മളെ ഒരു വിഷയം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിൽ അതിൻ്റെ വൃത്തി ഉണ്ടാവും. ആ വിഷയത്തെ വെച്ചുകൊണ്ട് അനുഭവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതുതായുള്ള പല കർമ്മങ്ങളിലും നമുക്ക് ഇടപെടുമ്പോൾ ഇതിൻ്റെ ഭാനം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ കർമ്മത്തിൽ വരുന്ന ശോഷണം വീണ്ടും നമ്മെ ദുഃഖിപ്പിക്കുവാൻ ഇടയാക്കും. അതൊക്കെ രോഗങ്ങളായി തീരാം. ഇങ്ങനെ ഓരോ രോഗവും എങ്ങനെയെല്ലാമാണ് പടിപടിയായി വളർന്നു വരുന്നത്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന രോഗത്തെക്കുറിച്ചും അതിനുള്ള ഔഷധങ്ങളെക്കുറിച്ചും രോഗം ഉണ്ടായാൽ അതിനുള്ള ശമന ചികിത്സയെക്കുറിച്ചും എല്ലാം പറയുന്നത് അനായുഷ്യൻ എന്ന് പറയുന്ന ഭാഗത്തിൽ. അപ്പോൾ ആയുസ്, അനായുസ്, ഈ 2 ഭാഗവും ആയുർവേദത്തിലുണ്ട്. അപ്പോൾ ഇത്രയും വിപുലമായൊരു പഠനം ഉള്ളതുകൊണ്ട് അതിൽ ആകൃഷ്ടമായി അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് തോന്നി. അത് പഠിക്കുന്തോറും കൂടുതൽ നമ്മുടെ ആന്തര പ്രകൃതിയെക്കുറിച്ച് നമുക്കറിയാനിടയായി. അത് ആത്മീയതയിൽ നിന്ന് വേറിട്ടല്ല എന്നപ്പോൾ ബോധ്യപ്പെടാനിടയായി. അതുകൊണ്ട് ആത്മാവിൽ നിന്ന് വേറിട്ടല്ലാത്ത, ആത്മബോധത്തോട് ബന്ധപ്പെടുന്ന പഠനങ്ങളിൽ നിന്നൊട്ടും വ്യത്യാസമല്ലാത്ത ഈ പഠനം തുടരാൻ വേണ്ടി തച്ചക്ഷുർദേവഹിതം പുരസ്താച്ഛുക്രമുച്ചരത് തച്ചക്ഷുർദേവഹിതം പുരസ്താച്ഛുക്രമുച്ചരത് പശ്യേമ ശരദശതം ജീവേമ ശരദശതം ശൃണുയാമ ശരദശതം
പ്രബ്രവാമ ശരദശതം അദീനാസ്യാമ ശരദശതം ഭൂയശ്ച ശരദശതാദ് ഭൂയശ്ച ശരദശതാദ് ഭൂയശ്ച ശരദശതാദ്. ശുഭദിനം 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 ശുഭദിനം